ബോർഡ് എക്സാമിങ് എത്തിക്കഴിഞ്ഞു. കുട്ടികൾ ചോദിക്കുന്ന കാര്യമുണ്ട്, ഇനി എന്തെങ്കിലും ടിപ്സുകളൊക്കെ പറഞ്ഞു തരാൻ ബാക്കിയുണ്ടോയെന്ന്. എല്ലാം പറഞ്ഞു തന്നെയാണ്. എന്നിരുന്നാലും ഒന്നോർക്കുക, നന്നായി പഠിച്ചവരല്ല കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്, നന്നായി പരീക്ഷ എഴുതിയവരാണ്. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, പരീക്ഷയുടെ തലേദിവസം എന്നുള്ളത് നമുക്ക് വലിച്ചു വാരി പാതിരാത്രി വരെയും പഠിക്കാനുള്ള ഒരു ദിവസമല്ല. നമുക്കൊരു വർഷത്തോളം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. ഈ പരീക്ഷയുടെ തലേദിവസം എന്നുള്ളത് നമ്മൾ റീകോൾ ചെയ്യാൻ വേണ്ടി, നമ്മൾ റിലാക്സ് ചെയ്തിരുന്ന് പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ എന്നൊക്കെ ഒന്ന് എഴുതി നോക്കുക, ഒന്ന് മറിച്ച് നോക്കുക. അത്രേ ചെയ്യാമുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ നിങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല. പിന്നെ 2, നമ്മളുടെ കുട്ടികൾ, ചില കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവരെ സംബന്ധിച്ച് പരീക്ഷ എന്ന് കേൾക്കുന്നതേ പേടിയാണ്. അങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടികളെ സംബന്ധിച്ച് നന്നായി പഠിച്ചൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ച സ്ഥലത്തൊന്ന് ക്വസ്റ്റ്യൻ വരാതെ ഇരുന്നിട്ടുണ്ടാവാം, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അത് അവർ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണ്, ഞാൻ പഠിച്ചിട്ട് ഇതിൽ നിന്ന് ഇനി ക്വസ്റ്റ്യൻ വരാതെ പോവോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ നന്നായി പഠിച്ചതാണ്, പരീക്ഷ എഴുതുമ്പോൾ മറന്നു പോവോ, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആൻസൈറ്റി ഉള്ള കുട്ടികൾ, നിങ്ങൾ പ്രസൻറ്റിലായിരിക്കുക, ഈ നിമിഷത്തിൽ മാത്രമായിരിക്കുക. ഈ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നോ ഏറ്റവും നന്നായി ചെയ്യുക. സെൽഫ് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള പോസിറ്റീവ് അഫർമേഷൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും, സെൽഫ് ഡൗട്ട് അവോയ്ഡ് ചെയ്യുക. 3, ചില കുട്ടികൾ പറയാറുണ്ട്, ഞാൻ നന്നായി പഠിച്ചിരുന്നു, നന്നായി പരീക്ഷ എഴുതി, പക്ഷേ പ്രതീക്ഷിച്ച പോലെ എനിക്ക് മാർക്ക് കിട്ടിയില്ല. നമ്മുടെ ആൻസേഴ്സ് എപ്പോഴും പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിരിക്കണം. അതിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ആൻസർ ഷീറ്റൊക്കെ ഒന്ന് മേടിച്ച് നോക്കുക, അല്ലെങ്കിൽ അവരോടൊന്ന് ചോദിക്കണതിൽ നമുക്ക് കുഴപ്പമില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളുടെ CBSEയുടെ സൈറ്റിൽ അവൈലബിൾ ആണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ ആൻസർ ഷീറ്റ്. അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത്, എങ്ങനെയാണ് ഞാനൊരു ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ചില കുട്ടികളുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു അതിൻ്റെ ആൻസർ അറിയില്ല, പിന്നെ മൊത്തത്തിൽ ബ്ലാങ്കായി അസ്വസ്ഥരാവുകയാണ്. അങ്ങനെ വേണ്ട. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ പോയി എഴുതിയ ശേഷം തിരിച്ചു വന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതുക. പിന്നെ നമ്മുടെ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവും ആയ കുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ലൈൻ വായിച്ചു, അവർ കൺക്ലൂഡ് ചെയ്തു ഇന്ന ക്വസ്റ്റ്യൻ ആണത്, ആൻസർ എഴുതാൻ തുടങ്ങി. അങ്ങനെയല്ല, നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക, അതിനുശേഷം പോയിന്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം മാത്രം എഴുതാൻ ശ്രമിക്കുക. പിന്നെ 2ാമത്തെ കാര്യമാണ് ഇവർക്ക് സംഭവിക്കുന്നത്, ക്വസ്റ്റ്യൻ പലതും സ്കിപ്പ് ചെയ്ത് കളയും. എടുത്തുചാട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അടുത്തത് കാണാതെ മറ്റതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നു. അതും ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കെല്ലാം അറിയായിരുന്നു, എഴുതാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സമയമാണ്. മാർക്കിനനുസരിച്ച് തന്നെ ഉത്തരം കൊടുക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്കിൻ്റെ ആൻസർ കൊടുക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 വരിയിൽ ഒതുങ്ങാതെ ശ്രദ്ധിക്കുക. പിന്നെ അവസാനത്തെ 10 മിനിറ്റ് നിങ്ങൾ ബാക്കി വയ്ക്കുക, എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാനും ഏതെങ്കിലും ആൻസറുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി. പരീക്ഷ സ്പീഡിൽ എഴുതുമ്പോൾ അക്ഷരം മോശമാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു തരാറ്, നിങ്ങൾ എഴുതി തന്നെ പഠിക്കണമെന്ന്. കാരണം എഴുതി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എത്ര സ്പീഡിൽ എഴുതിയാലും അക്ഷരം മോശമാവില്ല, കൈക്ക് സ്റ്റിഫ്നെസ് വരില്ല, കുഴച്ചിൽ വരില്ല. ഒരു പരീക്ഷ അല്പം ബുദ്ധിമുട്ടായി പോയി എന്ന് കരുതി പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കരുത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണോ മനസ്സിലാക്കിയത്, എന്ത് എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് കിട്ടിയത്, അതോടുകൂടി അടുത്ത പരീക്ഷ കൂടുതൽ പ്ലാൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ പരീക്ഷ എഴുതി തിരിച്ചു വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മർദ്ദത്തിലേക്ക് ആക്കാതെ ഇരിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് അവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഒരുക്കുക. നമ്മൾ കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷമുള്ളവരായിരിക്കുക. കുടുംബാന്തരീക്ഷം കൂടുതൽ സമാധാനമുള്ളതാക്കി മാറ്റുക. കാരണം നമ്മൾ ആദ്യം പിടിച്ചതുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ മാർക്ക് 1 മാർക്ക് കൂടാനോ 1 മാർക്ക് കുറയാനോ പോകുന്നില്ല. നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ കുട്ടികളെ പോലെ തന്നെ പരീക്ഷ എഴുതുന്ന മറ്റുള്ള കുട്ടികളുണ്ട്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുട്ടികളെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അതിലേറെ ഈ ഒരു വർഷം ഈ കുട്ടികളെ പരീക്ഷയ്ക്കായിട്ട് ഒരുക്കിയ അധ്യാപകരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളുടെ മക്കളിലേക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഈശ്വരാനുഗ്രഹവും ഒപ്പം വിജയാശംസകളും നേരുന്നു.